ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബേസിക് സയൻസിൻ്റെ പുതിയ സിലബസ് പ്രകാരമുള്ള 2025-26 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലെ ഗ്യാസ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, അങ്ങനെ ഓരോന്നിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദി സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേർ മോളിക്യൂൾസ് ആർ പാക്ക്ഡ് ദി ക്ലോസസ്റ്റ്. ഏറ്റവും ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത മോളിക്യൂൾസ്, ഏറ്റവും ക്ലോസ് അടുപ്പിച്ച് പാക്ക് ചെയ്ത ഈ സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏതാണ്? സോളിഡ് സ്റ്റേറ്റിലെ ഖരാവസ്ഥയിലുള്ളതാണ്. സോളിഡാണ് ഏറ്റവും ഉറപ്പുള്ളത്, ഏറ്റവും അടുപ്പിച്ചുള്ളത് സോളിഡാണ്. അതിനേക്കാളും അയവില്ല, വെള്ളം പോലെ ലിക്വിഡ് പോലുള്ളതാണ് ലിക്വിഡ് സ്റ്റേറ്റ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് പോലെ, വാതകം പോലെ പോകുന്നതാണ് ഗ്യാസ് സ്റ്റേറ്റ്. അതിൽ മോളിക്യൂൾസ് വളരെ അകലത്തിലായിരിക്കും, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റിൽ. ഏറ്റവും അടുപ്പിച്ചിട്ടില്ലേ, നല്ല ഖരം ഉറപ്പുള്ള അവസ്ഥയാണ് സോളിഡ് അല്ലേ. ഏറ്റവും മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. റൈറ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സ്റ്റേറ്റ് റിഗാർഡിംഗ് ഇറ്റ്സ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു സവിശേഷത ഇതാനാണ് പറഞ്ഞത്. അതായത് മോളിക്യൂൾസ് ആർ പ്ലേസ്ഡ് ക്ലോസ്ലി ടുഗദർ അല്ലേ, വളരെ ക്ലോസ് ആയിട്ടാണ് മോളിക്യൂൾസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഗിവിങ് ഇറ്റ് എ ഡെഫിനിറ്റ് ഷേപ്പ്, അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്നു അല്ലേ. അതിനൊരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് അല്ലേ, ഒരു കല്ല് അല്ലേ, ഒരു സോളിഡ് അല്ലേ, അതിനൊരു ഷേപ്പ് ഉണ്ട് കറക്റ്റായിട്ട്. ലിക്വിഡിനൊരു ഷേപ്പ് ഉണ്ടാവും, വെള്ളം ഏത് കുപ്പിയിലാണോ വെക്കുന്നത് ആ കുപ്പിയുടെ വെള്ളത്തിന് ആ ഷേപ്പ് ഉണ്ടാവുക അല്ലേ. ഗ്യാസിനുമില്ല. അപ്പോൾ ഒരു വ്യക്തമായിട്ട് അല്ലേ, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളത് ആർക്കാണ്? സോളിഡാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ നമുക്കത് എഴുതാം. ബി ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദി ഫ്രൂട്ട്സ് ഗിവൺ ബിലോ ഇൻ ടു ദി ടേബിൾ ബേസ്ഡ് ഓൺ ദർ ഫോർമേഷൻ മെത്തേഡ്. ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, കസ്റ്റാർഡ് ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ തന്നിട്ടുണ്ട്. ഹെഡിങ്ങിൽ ഇതിൽ സിമ്പിൾ ഫ്രൂട്ട് ഏതാ, അഗ്രേറ്റീവ് ഫ്രൂട്ട് ഏതാ, മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഏതാ, സ്യൂഡോ ഫ്രൂട്ട് അല്ലേ, സ്യൂഡോ കപടം അല്ലേ, സ്യൂഡോ ആയിട്ടുള്ള ഫ്രൂട്ട് ഏതാ എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇതിൽ സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട് ഏതാണ്? മാംഗോ അല്ലേ, സിമ്പിൾ ഫ്രൂട്ടിൽ മാംഗോ എഴുതാം. നെക്സ്റ്റ് അഗ്രഗേറ്റ് ഫ്രൂട്ട് ഏതാണ്? കസ്റ്റാർഡ് ആപ്പിൾ അല്ലേ, കസ്റ്റാർഡ് ആപ്പിളാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഏതാണ്? ജാക്ക് ഫ്രൂട്ട് അല്ലേ, ചക്ക. മൾട്ടിപ്പിൾ അല്ലേ, കുറേ ചോളം ഉണ്ടാവും, മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ് ജാക്ക് ഫ്രൂട്ട്. ഇനി സ്യൂഡോ ഫ്രൂട്ട് അല്ലേ, സ്യൂഡോ എന്നറിയപ്പെടുന്നത് ഏതാണ്? കാഷ്യൂ ആപ്പിളാണ് അല്ലേ, കാഷ്യൂ ആപ്പിളാണ് സ്യൂഡോ ഫ്രൂട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓരോന്നും വേർതിരിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. സി ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി കാഷ്യൂ ആപ്പിൾ ഡെവലപ്സ് ഇൻ ടു ദി ഫ്രൂട്ട് സ്ട്രക്ചർ വി ഈറ്റ്. നമ്മൾ ഈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാഷ്യൂ ആപ്പിളിൻ്റെ ഏത് ഭാഗമാണ് ഫ്രൂട്ട് സ്ട്രക്ചറായിട്ട് മാറുന്നത് അല്ലേ, ഫ്രൂട്ടായിട്ട് മാറുന്നത്, പഴമായിട്ട് മാറുന്നത് ഏത് ഭാഗമാണ് അല്ലേ? പെഡിസൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പോർഷൻ, ഓപ്ഷൻ സി ആണ് അല്ലേ, അതിൻ്റെ ഫ്രൂട്ടായിട്ട് മാറുന്ന ഭാഗം. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ഹാസ് 2 പാർട്സ്, 2A ആൻഡ് 2B. റൈറ്റ് എനി 1 2A ഓർ 2B കംപ്ലീറ്റ്ലി. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. റൈറ്റ് എനി 1 എന്നെങ്കിൽ 2A, രണ്ടിൽ എ ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ ഓർ 2 B എഴുതുക. രണ്ടിൽ ഏതാണ്? ക്വസ്റ്റ്യൻ എ, വൈൽ പ്രിപ്പയറിംഗ് ടീ വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചായച്ചണ്ടി സെപ്പറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, ടീൻ്റെ ഡസ്റ്റ് ടീയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. വിച്ച് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഈസ് യൂസ്ഡ് ഹിയർ. ഇവിടെ യൂസ് ചെയ്ത സെപ്പറേഷൻ മെത്തേഡ്, വേർതിരിക്കൽ മെത്തേഡ് ഏതാണ്? ഫിൽട്രേഷൻ. നമ്മൾ അരിപ്പ വെച്ച് ഫിൽറ്റർ ചെയ്യാണ് അല്ലേ, അരിച്ചെടുക്കുകയാണ് ചായച്ചണ്ടി. അപ്പോൾ ഫിൽട്രേഷൻ ഓർ സ്ട്രെയിനിങ് അല്ലേ, സ്ട്രെയിൻ ചെയ്യുകയാണ്, ഊറ്റിയെടുക്കുകയാണ് അല്ലേ, ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യുക അല്ലേ, ഫിൽട്രേഷൻ മെത്തേഡാണ്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദി കമ്പോണൻറ്റ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ യൂട്ടിലൈസ് ചെയ്ത, ഉപയോഗിച്ച ഏത് പ്രോപ്പർട്ടിയാണ് അല്ലേ? ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള പ്രോപ്പർട്ടിയാണ് അല്ലേ. സൈസ്, പാർട്ടിക്കിൾസിൻ്റെ സൈസിലുള്ള ഡിഫറൻസ് അല്ലേ, ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ, പാർട്ടിക്കിൾസ്, അതിലുള്ള പാർട്ടിക്കിൾസ് സൈസിലുള്ള ഡിഫറൻസ് അല്ലേ. അതുകൊണ്ടാണ് നമ്മളെന്താണ് അരിപ്പ വെച്ച് അരിക്കുന്നത് അല്ലേ. അതായത് ചായച്ചണ്ടി എന്ന് പറഞ്ഞാൽ സോളിഡാണ് അല്ലേ, അത് ചായ എന്ന് പറഞ്ഞാൽ വെള്ളം എന്താണ്, അതിലുള്ള വെള്ളം ലിക്വിഡാണ് അല്ലേ. ആ വെള്ളത്തിൽ സോളിഡായിട്ടുള്ള ചായച്ചണ്ടി അല്ലേ, അത് വേർതിരിക്കാൻ സുഖമാണ്. ആ സൈസിലെ ഡിഫറൻസ്, സൈസിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമുക്കങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നത് അല്ലേ. സോളിഡ് ടീ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ ലിക്വിഡ് ടീ അല്ലേ. ലിക്വിഡായിട്ടുള്ള ടീയിൽ എന്താണ്, സോളിഡായിട്ടുള്ള ആ ഡസ്റ്റ് എന്താണ്, ഡിസോൾവ് ചെയ്യില്ല, അലിയില്ല, അലിയാതെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ചണ്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ ആ ചണ്ടി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ, ആ പാർട്ടിക്കിൾസിലെ സൈസിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമുക്കിങ്ങനെ ഫിൽട്രേഷൻ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. ബി ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് സാൻഡ്. നിങ്ങൾക്ക് എന്താണ് അയൺ പൗഡർ, ഇരുമ്പിൻ്റെ പൊടിയും സാൻഡ് അല്ലേ, മണലിൻ്റെ ഒരു മിക്സ്ചർ, അതിൻ്റെ രണ്ടിൻ്റെ കൂടി ഒരു കൂട്ടം തന്നിട്ടുണ്ട്.
പ്ലാൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു സെപ്പറേറ്റ് ദി അയൺ പൗഡർ. ഇത് രണ്ടുകൂടി മിക്സ് ആക്കിയിട്ടാണ് തന്നത്. ഇതിന് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു എക്സ്പെരിമെൻറ്റ് പ്ലാൻ ചെയ്യുക. നെയിം ദി പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദിസ് സെപ്പറേഷൻ. ഈ സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്ത പ്രോപ്പർട്ടിയുടെ നെയിം എഴുതുക. അതായത് സാൻഡ്, മണലും അയൺ പൗഡറും അല്ലെ, ഇരുമ്പിൻ്റെ പൊടി ഇട്ടാൽ നമുക്ക് വേർതിരിക്കാൻ എങ്ങനെ കഴിയും? അരിപ്പ വെച്ചാൽ വേർതിരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യുക? ഈ മണലിൽ നിന്ന് നമുക്ക് ഈ അയൺ പൗഡർ, ഇരുമ്പ് പൊടിയെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഇരുമ്പാണ്. അപ്പോൾ മാഗ്നറ്റ് വെച്ചാൽ നമുക്ക് ഇരുമ്പ് അതിമ വന്ന് ഒട്ടും അല്ലേ. അപ്പോൾ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇരുമ്പ് പൊടിയിലെ അയൺ പൗഡറിനെ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഏത് എക്സ്പെരിമെൻ്റ് ആണ്? പാസ് എ മാഗ്നറ്റ് ത്രൂ ദി മിക്സ്ചർ. ആ മിക്സ്ചറിലൂടെ ഒരു മാഗ്നറ്റ് പാസ് ചെയ്താൽ എന്താണ്, നമുക്ക് അയൺ പൗഡറിനെ സെപ്പറേറ്റ് ചെയ്യാം അതിൽ നിന്ന്. ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ. അയൺ ഈസ് അട്രാക്റ്റഡ് ടു മാഗ്നറ്റ്, സാൻഡ് ഈസ് നോട്ട് അല്ലേ. മണൽ എന്താണ്? അട്രാക്റ്റ് ചെയ്യില്ല. അയൺ എന്താണ്? അതിന് അട്രാക്റ്റീവ് ആണ് അല്ലേ മാഗ്നറ്റിനോട് അല്ലേ. ഇരുമ്പല്ലേ മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അയൺ ഈസ് അട്രാക്റ്റഡ് ടു മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ രണ്ടിൽ ബി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എ എന്താണ്? ഒബ്സർവ് ദി ടേബിൾ റിഗാർഡിംഗ് ഫ്ലവേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദി മിസ്സിംഗ് ഡാറ്റ. ഫ്ലവേഴ്സിനെ ബേസ് ചെയ്തിട്ട് റിഗാർഡ് ചെയ്തിട്ടുള്ള ടേബിളാണ്. അത് ഫില്ല് ചെയ്യാനാണ്. ഫ്ലവർ ഏതൊക്കെയാണ്? പംകിനും ഷൂ ഫ്ലവറും തന്നിട്ടുണ്ട്. അത് ഏത് ടൈപ്പാണ്? യൂണിസെക്ഷലാണോ ബൈസെക്ഷലാണോ? റീസൺ എന്താണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഷൂ ഫ്ലവർ ബൈസെക്ഷലാണ്, പംകിൻ എന്താണ്? യൂണിസെക്ഷലാണ്. ഷൂ ഫ്ലവർ ബൈസെക്ഷലാണ്, പംകിൻ എന്താണ്? യൂണിസെക്ഷലാണ്. ഹാസ് ഓൺലി ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം. ഏതെങ്കിലും ഒന്നുള്ളൂ, അതുകൊണ്ടാണ് യൂണിസെക്ഷൽ എന്ന് പറയുന്നത് അല്ലേ. ഒന്ന് യുണീക്ക് അല്ലേ. നമ്മളൊക്കെ യൂണിസെക്ഷലാണ് അല്ലേ, യുണീക്കാണ്. അപ്പോൾ എന്താണ്? ബൈസെക്ഷൽ എന്നാൽ രണ്ടും ഉണ്ടാവില്ലേ. ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം രണ്ടും ഉണ്ടാവും. ഇറ്റ് ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദി സെയിം ഫ്ലവർ. ആ സെയിം ഫ്ലവറിൽ ബോത്തിൽ രണ്ടും ഉള്ളതിനെയാണ് ബൈസെക്ഷൽ. ബൈ മീൻസ് രണ്ട് അല്ലേ. രണ്ടുള്ളവരാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഷൂ ഫ്ലവർ അല്ലേ. ഒന്നെങ്കിൽ ഈ എക്സാമ്പിൾ ആയിരിക്കും എഴുതാൻ ചോദിക്കുക. ഇതെന്താണ്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലേ. പുതിയ സിലബസ് പ്രകാരമുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എക്സാമിന് അല്ലേ ഒന്നെങ്കിൽ എക്സാമ്പിൾ ചോദിക്കും. ഇത് തന്നിട്ട് എക്സാമ്പിൾ എഴുതാനാണ്. അപ്പോൾ യൂണിസെക്ഷലിന് ഒരു എക്സാമ്പിൾ പംകിന് പഠിച്ചേക്കുക. ബൈസെക്ഷലിന് എന്താണ്? ഷൂ ഫ്ലവർ പഠിക്കുക. റീസണും പഠിക്കുക. ബി ക്വസ്റ്റ്യൻ ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, ഓഫ് കോഴ്സിലെ യോജിക്കുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സിലും ഫ്രൂട്ട് ഉണ്ടാവില്ല. ഫ്രൂട്ട് ഇല്ലാത്ത ഫ്ലവേഴ്സും ഉണ്ട്. എക്സ്പ്ലെയിൻ യുവർ ആൻസർ യൂസിങ് ദി കൺസെപ്റ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവേഴ്സും എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിൽ തന്നെ ഫീമെയിൽസ് അല്ലേ പ്രഗ്നൻ്റ് ആവുന്നത്. അതേപോലെ തന്നെ ഫ്ലവേഴ്സിലും ഫീമെയിൽ ഫ്ലവേഴ്സിനാണ് എന്ത്? ഓവറി ഉണ്ടാവുക അല്ലേ. മെയിൽ ഫ്ലവേഴ്സിന് എന്താണ്? ഓവറി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സാണ് ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഓവറിയിൽ നിന്നാണല്ലേ. ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഫ്രം ദി ഓവറി. ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. മെയിൽ ഫ്ലവേഴ്സ് ഹാവ് ഓൺലി ദി ആൻഡ്രീഷ്യം ആൻഡ് ലാക്ക് ഓഫ് ഗൈനീഷ്യം അല്ലേ. ഓവറി ഇല്ല, ഗൈനീഷ്യം. ഓവറി ഇല്ല മെയിൽ ഫ്ലവേഴ്സിന്. അതിനെന്താണ്? ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ. സോ ദേ കനോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട് അല്ല. അതുകൊണ്ട് തന്നെ മെയിൽ ഫ്ലവേഴ്സ് എന്താണ്? ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. മൂന്നാമത്തെ ചോദ്യം. എ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഫ്ലോ ചാർട്ട് ഷോയിങ് ദി ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. കംപ്ലീറ്റ് ദി മിസ്സിംഗ് സ്റ്റേജ്. മിസ്സിംഗ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തിൻ്റെ ഫ്ലോ ചാർട്ടാണ്? ഷോയിങ് ദി ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെതാണ്. അപ്പോൾ ആദ്യം സെല്ല് പിന്നെ എന്താ ഉണ്ടാവുക? ടിഷ്യൂസ് ആയിട്ട് മാറും. ദെൻ ഓർഗൻസ് പിന്നെ എന്താവുക? ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഓക്കെ. അപ്പോൾ എങ്ങനെ എഴുതാം? സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ബി ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് പെയർ ഫ്രം ദി ഫോളോവിങ് സെൽ ഓർഗനൽസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഇതിലേതാണ് കറക്റ്റ് പെയർ അല്ലേ? ഇതിലേതാണ് കറക്റ്റ് പെയർ? ഡി. സെൽ മെംബ്രെയിൻ കവർ ദി സെല്ല് അല്ലേ. സെൽ മെംബ്രെയിൻ ആണ് സെല്ലിനെ കവർ ചെയ്യുന്നത് അല്ലേ. മെംബ്രെയിൻ അതിനെ കവർ ചെയ്യുന്ന കവറാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ളതും പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവുക അല്ലെ, മാച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ്? മൈറ്റോകോൺട്രിയൻ്റെ ഇതാണ് സിന്തസിസ് എനർജി സിന്തസിസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് റൈബോസോമിൻ്റെതാണ് എന്ത്? സിന്തസൈസ് പ്രോട്ടീനില്ലേ. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് റൈബോസോം. നെക്സ്റ്റ് വാക്യൂളിൻ്റെ എന്താണ്? സ്റ്റോർ വേസ്റ്റും വാട്ടറും അല്ലേ. വാട്ടറും വേസ്റ്റും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് വാട്ടർ. വാക്യൂളിൻ്റെ എന്താണ്? സ്റ്റോർസ് വാട്ടർ ഓർ വേസ്റ്റ്. വെള്ളവും വേസ്റ്റും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് വാക്യൂൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓരോന്ന് പഠിച്ചു വെക്കുക. മൈറ്റോകോൺട്രിയ സിന്തസിസ് എനർജി, റൈബോസോം എന്താണ്? സിന്തസിസ് പ്രോട്ടീൻ, സെൽ മെംബ്രെയിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ളത്. കവേഴ്സ് ദി സെൽ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വിച്ച് സയൻറ്റിസ്റ്റ് ഡിസ്കവേർഡ് ദി സെൽ ഇൻ 1665 യൂസിങ് എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് 1665 സെല്ല് ഡിസ്കവർ ചെയ്ത സയൻറ്റിസ്റ്റ്, സെല്ല് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? റോബർട്ട് ഹൂക്ക് അല്ലേ. റോബർട്ട് ഹൂക്ക് ഇൻ 1665.
നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എ എക്സാമിൻ ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ് ഡൗൺ ദി കറക്റ്റ് വൺ. ഇതിലേതാണ് സ്റ്റേറ്റ്മെൻറ്റും റീസണും, ഇതിലേതാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വാട്ടർ വിത്ത് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. വാട്ടർ ഷുഗറിൽ ഡിസോൾവ് ചെയ്യുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതെന്താണ്? കറക്റ്റാണല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. റീസൺ ദി ഷുഗർ മോളിക്യൂൾ സ്പ്രെഡ് ത്രൂ ഔട്ട് ദി വാട്ടർ ആൻഡ് ഷോ ദി സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. റീസൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ്. റീസൺ ഇതിൻ്റെ റീസൺ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റീസൺ ആണോ അത്? യെസ് ആണല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റീസൺ ആണ്. ദി ഷുഗർ മോളിക്യൂൾ സ്പ്രെഡ് ത്രൂ ഔട്ട് ദി വാട്ടറിൽ, വെള്ളത്തിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ആൻഡ് ഷോ ദി സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ടിൽ. എല്ലായിടത്തും നമുക്ക് ഒരേ അളവല്ലേ പഞ്ചസാര മധുരം ഉണ്ടാവും. ഒരു സ്ഥലത്ത് മധുരം കുറവ്, ഒരു സ്ഥലത്ത് മധുരം കൂടുതൽ, അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടിയാണ് ഷുഗർ കാണിക്കുന്നത് അല്ലേ? ഷുഗർ ഡിസോൾവ് ചെയ്യുന്നത് എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടാണ്. എല്ലായിടത്തും ഒരേ പ്രോപ്പർട്ടിയാണ് ഷുഗർ കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതിൻ്റെ റീസൺ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസണും കറക്റ്റാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ദി സ്റ്റേജസ് ഓഫ് പ്രിപ്പയറിംഗ് എ സ്ലൈഡ് ഓഫ് ഒനിയൻ പീൽ. എ സ്ലൈഡ് ഓഫ് ഒനിയൻ പീൽ ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് ഓർഡർ. കറക്റ്റ് അല്ലാതെ തന്നിട്ടുണ്ട്. അറേഞ്ച് ദം കറക്റ്റ്ലി. അപ്പോൾ കറക്റ്റ് ആക്കി എഴുതണം. ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടേക്ക് എ തിൻ ലെയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തതാണ് അല്ലേ കറക്റ്റ് ആയിട്ട്. ടേക്ക് എ തിൻ ലെയർ ഫ്രം എ ക്ലീൻഡ് ഒനിയൻ. ക്ലീൻഡ് ഒനിയൻ ഫസ്റ്റ് നമ്മളൊരു തിൻ ലെയർ എടുക്കണം അല്ലേ? ആദ്യം അത് എടുക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇത് വൺ അല്ലേ? രണ്ടാമത്തത് ഇതാണ് ഒന്നാമത്തത്. നെക്സ്റ്റ് സെക്കൻഡ് പുട്ട് ഇറ്റ് ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. സ്റ്റെയിനുള്ള ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുക്കണം രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് ഏതാണ് വരിക? നാലാമത്തത് അല്ലേ? എന്താണ്? പ്ലേസ് ദി സ്റ്റെയിൻഡ് പീസ് ഇൻ ഗ്ലിസറിൻ ഓൺ എ സ്ലൈഡ്. എന്താണ്? പ്ലേസ് ദി സ്റ്റെയിൻഡ് പീസ്. ഈ സ്റ്റെയിൻഡ് പീസ് ഗ്ലിസറിൽ എടുക്കുന്നതാണ്. ഇൻ ഗ്ലിസറിൻ ഓൺ എ സ്ലൈഡ്. അതാണ് മൂന്നാമത്തതായിട്ട് വരിക. നെക്സ്റ്റ് ഏതാണ്? 3 അല്ലേ? നാലാമത്തതായിട്ട് വരിക മൂന്നാമത്തതാണ് അല്ലേ? ഒബ്സർവ് ത്രൂ ദി മൈക്രോസ്കോപ്പ്. ലാസ്റ്റാണ് ഒബ്സർവ്. മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഒനിയൻ്റെ ഒരു തിൻ ലെയർ എടുക്കണം. ദെൻ എന്താണ്? അതൊരു വാച്ച് ഗ്ലാസ്സിൽ എടുക്കണം. ദെൻ ഗ്ലിസറിൻ. ദെൻ ലാസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കണം. അപ്പോൾ ഒരു ഓർഡറിൽ എഴുതാനാണ്. ജംബിൾഡ് ഓർഡർ കറക്റ്റ് ഓർഡർ ആക്കാനാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എ അനലൈസ് ദി ടേബിൾ ഗിവൺ ബിലോ റിഗാർഡിംഗ് പോളിനേറ്റേഴ്സ് ആൻഡ് റീറൈറ്റ് ദി മിസ്റ്റേക്ക് ഇഫ് എനി. മിസ്റ്റേക്ക് ഉണ്ടല്ലേ? പ്ലാന്റും പോളിനേറ്റേഴ്സും. വാനിലൻ്റെ പോളിനേറ്റർ ഏതാണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ് വാനില അല്ലേ? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോളിനേഷനാണ്. പാഡി അല്ലേ? പാഡി ഏതാണ്? വിൻഡിലെ കാറ്റിലൂടെയാണ്. നെക്സ്റ്റ് ബ്ലാക്ക് പെപ്പർ ഏതാണ്? വാട്ടറാണ്. അത് കറക്റ്റാണ്. ബ്ലാക്ക് പെപ്പർ കുരുമുളക് വെള്ളത്തിലൂടെയാണ് പോളിനേറ്റ് ചെയ്യുന്നത്, പരാഗണം നടക്കുന്നത്. പോളിനേറ്റേഴ്സ്. നെക്സ്റ്റ് ഹിൻഡ് എന്താണ്? കറക്റ്റ് ദി പോളിനേറ്റേഴ്സ് ഓഫ് വാനില, പാഡി ആൻഡ് ബ്ലാക്ക് പെപ്പർ. ഇതിൻ്റെ പോളിനേറ്റേഴ്സിനെ കറക്റ്റ് ചെയ്യാനാണ്. ബി ക്വസ്റ്റ്യൻ ഹണി ബീസ് ആർ കാൾഡ് ദി ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് ഹണി ബീസിനെ പറയപ്പെടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദി സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ദിസ് സേയിങ് റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്? ഇതിൻ്റെ ഇങ്ങനെ പറയുന്നതിൻ്റെ സയൻറ്റിഫിക് റീസൺ ആണ്. ഇതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് റീസൺ എന്താണ്? ഇപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ പറയേണ്ടത്. ഹണി ബീസ് എന്താണ്? പോളിനേറ്റേഴ്സ് ആണല്ലേ? പരാഗണം നടത്തുന്നവരാണ്. ഹണി ബീസ് ആർ പോളിനേറ്റേഴ്സ്. ദേ ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നു. വിച്ച് ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ. അതാണ് ഫെർട്ടിലൈസേഷന് കാരണമാകുന്നത്. ആൻഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട് ആൻഡ് സീഡ് ഹെൽപ്പിംഗ് ഫാമേഴ്സ് ഗെറ്റ് എ ബെറ്റർ ഈൽഡ്. അങ്ങനെ പ്രൊഡക്ഷൻ അല്ലേ? ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്താണ്? ഫ്രൂട്ട്സും സീഡ്സൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഹണി ബീസ് ആണ്. പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഫ്രൂട്ട്സും സീഡ്സൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? പ്രൊഡക്റ്റ് ചെയ്യുന്നത് അല്ലേ? ദി പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പിംഗ് ഫാമേഴ്സ് ഗെറ്റ് എ ബെറ്റർ ഈൽഡ് അല്ലേ? അവർക്ക് കൂടുതൽ ഈൽഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്താണ്? ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? ഈ ഫ്രൂട്ട്സും സീഡ്സൊക്കെ കൂടുതൽ ഉണ്ടായാൽ. അപ്പോൾ അതിന് സഹായിക്കുന്നത് ആരാണ്? ഹണി ബീസ് ആണ്. അവരാണ് അത് പോളിനേറ്റ് ചെയ്യുന്നത്. പരാഗണം വിത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് പരാഗണം നടത്തുന്നത്, പോളിനേറ്റേഴ്സ് ആക്കുന്നത് ആരാണ്? ഹണി ബീസ് ആണ്. അപ്പോൾ ഹണി ബീസ് ആണ് എന്ത് വിളിക്കും? ഫ്രണ്ട്സ് ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വിച്ച് എമോങ് ദി ഫോളോവിങ് ഈസ് എ ഡാഷ്യസ് പ്ലാന്റ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വ്യത്യസ്ത പ്ലാന്റിൽ, ഡിഫറെൻറ്റ് പ്ലാന്റിലുള്ളത് ഏതാണ്? നട്ട്മഗിലാണ് അല്ലേ? നട്ട്മഗ്, സി നട്ട്മഗ്, അതാണ് ഡാഷ്യസ് പ്ലാന്റ്. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും അല്ലേ? വേറെ വേറെ പ്ലാന്റിലില്ലേ? 2 പ്ലാന്റിലാണ്. ഒന്നിൽ വേറെ ഇതിലാണ് മെയിൽ ഫ്ലവർ എങ്കിൽ ഇതിലാണ് ഫീമെയിൽ ഫ്ലവർ. അതാണ് ഡൈ. ഡൈ മീൻസ് 2 വ്യത്യസ്തമാണ്. അതായത് നട്ട്മഗ് ആണ് എക്സാമ്പിൾ.
Next, sixth activity. Question 6 has two parts, 6A and 6B. Write any one 6A or 6B completely. അല്ലെ 6ൽ A അല്ലെങ്കിൽ 6ൽ B ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി ചെയ്താൽ മതി. നന്നായിട്ട് അറിയുന്ന ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക. 6ൽ A എന്താണ്? Question A, observe the diagram of the plant cell given below. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. നെയിം ദി ഔട്ടർ മോസ്റ്റ് കവറിങ് സീൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഔട്ടർ മോസ്റ്റ് കവറിങ്ങിൻ്റെ നെയിം എന്താണ്? ഇപ്പോൾ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിന് എന്ത് പറയാം? സെൽ വാൾ എന്ന് പറയാം അല്ലേ? സെല്ലിൻ്റെ വാള് അല്ലേ? പുറംചട്ട സെൽ വാൾ. ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെ സെൽ വാൾ ചുമരിലെ ഭിത്തി എന്ന് പറയാം. ദെൻ നെയിം ദി ഗ്രീൻ കളേർഡ് ഓർഗനല്ല ദാറ്റ് ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഗ്രീൻ കളേർഡ് ഓർഗനല്ലേൻ്റെ നെയിം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ക്ലോറോ മീൻസ് ഗ്രീൻ അല്ലേ? ഗ്രീൻ പ്ലാസ്റ്റ് അല്ലേ? ക്ലോറോപ്ലാസ്റ്റ്. ഗ്രീൻ കളേർഡ് ഓർഗനലിൻ്റെ പേരെന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ബി, റൈറ്റ് ടു മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് ആൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്, വ്യത്യാസം ഇതാനാണ്. ഈ രണ്ട് പറഞ്ഞതില്ലേ സെൽവാൾ അല്ലേ? അതൊക്കെ പ്ലാന്റ് സെല്ലിലാണുള്ളത്. ഇതാണ് പ്ലാന്റ് സെൽ അനാട്ടമി അല്ലേ? അപ്പോൾ സെൽവാൾ ഉള്ളത് പ്ലാന്റിനാണ്, ആനിമൽസിന് അതില്ല. അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതും പ്ലാന്റ്സിനാണ്, ആനിമൽസിനില്ല. അപ്പോൾ ഇത് രണ്ടാണ് മേജർ ഡിഫറൻസ് അല്ലേ? പ്ലാന്റ് സെൽ ഹാവ് സെൽവാൾ. പ്ലാന്റ് സെല്ലിൽ എന്താണ്? സെൽവാൾ ഉണ്ട്. ആനിമൽസിന് എന്താണ്? ഇല്ല. ആനിമൽ സെൽ ഡു നോട്ട്. പ്ലാന്റ് സെൽ ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. പ്ലാന്റ് സെല്ലിന് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ആനിമൽ സെൽ ഡു നോട്ട്. ആനിമൽ സെല്ലിന് ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. ഈ പിക്ചർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ, വൈ ആർ സെൽസ് കാൾഡ് ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്? സെല്ലുകൾ എന്തിനാണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ദി ബോഡി ഓഫ് ആൾ ലിവിങ് ഓർഗാനിസംസ് ഇസ് ബിൽഡപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കാൾഡ് സെൽസ്. ജസ്റ്റ് ലൈക്ക് ബ്ലോക്സ് ആർ യൂസ്ഡ് ടു ബിൽഡ് എ ഹൗസ്. നമ്മൾ വീടുകൾ നിർമ്മിക്കാൻ എന്താണ്? ബ്ലോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? സെല്ലുകൾ കൊണ്ടാണ് അല്ലേ? ആ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വീടുകളും ഉണ്ടാക്കിയത്. അതുപോലെയാണ് സെല്ല് ഉപയോഗിച്ചിട്ടാണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഉണ്ടാക്കിയിട്ടുള്ളത്, ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. സെൽസ് ആർ അറേഞ്ച്ഡ് ടു ഫോം ദി ബോഡി ഓഫ് ആൻ ഓർഗാനിസംസ്. സെല്ല് അറേഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോം ദി ബോഡി അല്ലേ? ബോഡി ഫോം ചെയ്യാൻ വേണ്ടി, ഓർഗാനിസത്തിന് ബോഡി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് സെല്ല് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെൽസ് ആർ അറേഞ്ച്ഡ് ടു ഫോം ദി ബോഡി ഓഫ് ആൻ ഓർഗാനിസം. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയാം അല്ലേ? അതുകൊണ്ട് തന്നെ സെല്ലുകളെ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് പറയാം. അതായത് ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വീടുകളും ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ സെല്ലുകളും എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ഉണ്ടാക്കിയത് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സെൽസിനെ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്ന് പറയാം. അല്ലെങ്കിൽ 6ൽ ബി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എന്താണ്? ഒബ്സർവ് ദി ഫിഗർ ഷോയിങ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് എ ഫ്ലവർ. ഐഡൻറ്റിഫൈ ദി പാർട്സ് ലേബിൾഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ആൻഡ്രീഷ്യം അല്ലേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം. ഗൈനക്ക് അല്ലേ? ഫീമെയിലിൻ്റെതാണ് ഗൈനക്ക്. അപ്പോൾ ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അതായത് കാർപ്പൽ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ആൻഡ്രീഷ്യം ഓർ സ്റ്റെമൻ. അപ്പോൾ പാർട്സ് ഓഫ് ഫ്ലവറിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലുള്ള ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സ് ഏതൊക്കെ ടേംസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം? ഇൻക്ലൂഡ് ദി ടേംസ് പോളൻ ട്യൂബ്, മെയിൽ ഗാമേറ്റ്, ഓവറി, സൈഗോട്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഫെർട്ടിലൈസേഷൻ്റെ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ആഫ്റ്റർ പോളിനേഷന് ശേഷം ദി പോളൻ ട്യൂബ് ഗ്രോസ് ഡൗൺ ടു ദി ഓവറി. പോളൻ ട്യൂബ് ഓവറിയിലേക്ക് വളരും അല്ലേ? ഗ്രോസ് ഡൗൺ ടു ദി ഓവറി. മെയിൽ ഗാമേറ്റ് റീച്ചസ് ദി ഓവറി ത്രൂ ദിസ് ട്യൂബ് അല്ലെ? മെയിൽ ഗാമേറ്റ് ഈ ട്യൂബിലൂടെയാണ് ഓവറിയിലേക്ക് എത്തുന്നത്. ഓവറിയിലേക്ക് മെയിൽ ഗാമേറ്റ് എത്തണം, അത് ഈ ട്യൂബിലൂടെയാണ്, അത് പോളൻ ട്യൂബിലൂടെയാണ്. ആൻഡ് ഫ്യൂസസ് വിത്ത് ദി എഗ്. അങ്ങനെ എഗ്ഗുമായിട്ട്, ഓവറിയിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും ഇൻ ദി ഓവ്യൂൾ അല്ലേ? ഓവ്യൂളിൽ വെച്ചാണ് അങ്ങനെ ഫ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഓവ്യൂളിൽ വെച്ചാണ് ടു ഫോം എ സൈഗോട്ട്. അങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻ. ഇതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മെയിൽ ഗാമേറ്റ് ഫീമെയിലിൻ്റെ എഗ്ഗുമായിട്ട് എന്താണ് മീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ്റെ. അങ്ങനെയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മെയിൽ ഗാമേറ്റ് എന്താണ്? പോളൻ ട്യൂബിലൂടെയാണ് ഓവറിയിലെത്തുന്നത് അല്ലേ? അങ്ങനെ ഓവ്യൂളിൽ വെച്ചിട്ടാണ് അതെന്താണ്? ഫെർട്ടിലൈസർ സൈഗോട്ടായിട്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഈ ഓവ്യൂളിൽ വെച്ചിട്ടാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് മെയിൽ ഗാമേറ്റ്. അങ്ങനെയാണ് എന്ത്? സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സി വാട്ട് ഹാപ്പൻസ് ടു ദി ഓവ്യൂൾ ആൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂൾ എന്തായിട്ട് മാറും? ഓവ്യൂൾ ബിക്കം സീഡ് വിത്തായിട്ട് മാറും. ഓവറി എന്താവും? ഓവറി ബിക്കംസ് ഫ്രൂട്ട്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയാണ് ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി എന്താവും? ഫ്രൂട്ടായിട്ട് മാറും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
നമ്മൾ പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നമ്മളെല്ലാം ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.